ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആത്മജിജ്ഞാസുക്കളും സുഹൃതികളുമായിരിക്കുന്ന സജ്ജനങ്ങളെ, ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിൽ നടന്നു വരുന്ന ആത്മോപദേശ ശതകത്തിൻ്റെ മഹായജ്ഞാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിന്തയ്ക്ക് വിഷയമാക്കുന്നതിന് ഇന്ന് കിട്ടിയിരിക്കുന്നത് 97-ാമത്തെ മന്ത്രവും 98-ാമത്തെ മന്ത്രവുമാണല്ലോ. അണുവറിവിൻ മഹിമാവിലംഘമില്ലാതണയും അഖണ്ഡവുമന്നു പൂർണ്ണമാകും അനുഭവിയാതറിവീലഖണ്ഡമാം ചിത്ഘനമിതു മൗനഘനാമൃതാബ്ധിയാകും. അണുവറിവിൻ മഹിമാവിലംഘമില്ലാതണയും. ഇവിടെ ശ്രീനാരായണ ഭഗവാൻ ജീവാത്മസ്വരൂപത്തെ അണുവായിട്ട് കണ്ടാണ്, അല്ലെങ്കിൽ മഹിമാവായിരിക്കുന്ന അഖണ്ഡബോധത്തിൻ്റെ മുന്നിൽ അണുരൂപമായിരിക്കുന്ന ആ ഒരു ആത്മസ്വരൂപം അല്ലെങ്കിൽ ആത്മാവിനെയാണ്, അല്ലെങ്കിൽ ജീവാത്മാവിനെയാണ് ഗുരു ഇവിടെ പറയുന്നത്. അങ്ങനെ മഹിമാവായിരിക്കുന്ന അഖണ്ഡബോധത്തിൻ്റെ മുന്നിൽ അണുരൂപമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ കണക്കാക്കാൻ കഴിയുന്ന അത്ര ചെറുതായിരിക്കുന്ന ജീവാത്മാവ് അതിൻ്റെ അംഗമായി ധരിച്ചിരിക്കുന്ന രൂപത്തിനെ വേർപെട്ട് അഥവാ വെടിഞ്ഞ് അഖണ്ഡബോധത്തിൽ ലീനമാകുന്നതോടെ അതും ഇതുമല്ല, അല്ലെങ്കിൽ ഏകം ഏവ എന്ന ഒരു സ്ഥിതി കൈവരുന്നുണ്ട്. അതുമല്ലെങ്കിൽ ജീവാത്മസ്വരൂപത്തിൽ കുടികൊണ്ടിരിക്കുന്ന ചൈതന്യം സ്വസ്ഥാനത്തിൽ പൂർണ്ണമാവുകയാണ്. ഈ ഒരു സത്യത്തെ അഥവാ അനുഭവത്തെ, ആ അനുഭവം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ അനുഭവിച്ചുകൊണ്ട് തന്നെ അറിയേണ്ടതാണെന്നുള്ളതാണ് 97-ാമത്തെ മന്ത്രത്തിൽ ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ അഹംബോധത്തിനോട് നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ഒരു വലിയ സത്യമാണ്. ചിദ്ഘനാനന്ദാവസ്ഥ, അതല്ലെങ്കിൽ അമൃതസമം, അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ തത്തുല്യമായിരിക്കുന്ന മറ്റൊരു അനുഭവത്തെ പറഞ്ഞറിയിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ സാധിക്കില്ല. അത്രമേൽ അമൃത സമാനാവസ്ഥയാണ്, അല്ലെങ്കിൽ അമൃതാവസ്ഥയാണ്. അമൃതം എന്ന് പറയുന്ന വാക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴമെന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ അതിനെ ഉളവാക്കുന്ന ഒരു സുഖം എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ച് ആ വാക്കിന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കിനെ കണ്ടെത്തുകയാണെങ്കിൽ ഈ അമൃതം എന്ന് പറയുന്ന ആ ഒരു സുഖം, പരമാനന്ദ അവസ്ഥ, ആ പരമാനന്ദ അവസ്ഥയെ മറ്റൊരു വാക്കുകൊണ്ട് ദ്യോതിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ആ അഖണ്ഡബോധത്തിൽ ലീനമാകുന്ന ജീവാത്മ ചൈതന്യത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ആ അനുഭവം എന്നുള്ളത്. ഇത് കേവലമായിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ശരീരത്യാഗം കൂടാതെ കണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ജീവനെ വേർപെടുത്താതെ തന്നെ ഈ ഒരു ആനന്ദാവസ്ഥയെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് നിരന്തരമായിരിക്കുന്ന സാധനയിലൂടെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ പഞ്ചീകരിച്ച് ആത്മസ്വരൂപത്തെ കണ്ടെത്തുമ്പോൾ കിട്ടുന്ന അനുഭവാവസ്ഥയാണ്. ഇത് കേവലമായിരിക്കുന്ന ഏതെങ്കിലും ഭൗതിക വസ്തുക്കളെ വെച്ചിട്ട് അതിനെ വിലയിരുത്തുവാനോ അളക്കുവാനോ ഒന്നും സാധിക്കില്ല. അതൊരു അനുഭൂതിയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട വിഷയവുമാണ്. 98-ാമത്തെ മന്ത്രത്തിൽ സ്വാമി ഇത് തന്നെ പറഞ്ഞു തരികയാണ്. ഇതുവരെ നാം ഒരു വസ്തു ഇങ്ങറിഞ്ഞില്ല. അപ്പം ഇത്രയും കാലത്ത് നമ്മുടെ ജീവിതത്തിനിടയിൽ നമുക്കിനിയും
ഇതിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്തിനെയാണ്? ഈ അഖണ്ഡബോധത്തിൻ്റെ അനുഭവാവസ്ഥ അഥവാ ആ ഒരു സുഖാവസ്ഥയെ, ആ പരമാനന്ദാവസ്ഥയെ നമുക്കിതുവരെ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെയോ അതിസുഖമെന്ന അനിശം കഥിക്കയാൽ, അതിസുഖം, എപ്പോഴും സുഖം സുഖമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ലൗകികമായിരിക്കുന്ന ജീവിതത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങളിലുമുള്ള സുഖം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവിച്ചു കഴിയുമ്പോൾ വീണ്ടും മറ്റൊന്നിലേക്ക് മാറി മാറി ഇതാണ് സുഖം, അല്ല ഇതിലാണ് സുഖം, അല്ലെങ്കിൽ മറ്റൊന്നിലാണ് സുഖം എന്നിങ്ങനെ പറഞ്ഞ് ഒരു കുരങ്ങ് എപ്രകാരമാണോ ഒരു ശാഖയിൽ നിന്നും മറ്റൊരു ശാഖയിലേക്ക് ചാടി കളിക്കുന്നത് എന്നതുപോലെ ഒന്നുമാറി തുടരുന്ന വിഷയിക്കലിൻ്റെ നിരയാണ് ജീവിതം. ഈ ഒരു ജീവിത അവസ്ഥ, ഈ ഒരു ലൗകിക ജീവിതാവസ്ഥയെ ഇതാണ് സുഖമെന്ന് കണ്ട് ഭ്രമിച്ചു കഴിയുന്ന ജീവന്മാർ, അവരെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തെയും വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ കൂടിനെ നിയന്ത്രിക്കുന്ന മനോസ്, ബുദ്ധി, അഹങ്കാരം മുതലായിരിക്കുന്ന എല്ലാം ആ ദേഹത്തെയും ആ ബോധത്തെയും വിട്ട് ഒഴിഞ്ഞാലും യാതൊരു തരത്തിലുമുള്ള കേടുപാട് വരാതെ കണ്ട് ഞാനെന്ന ശുദ്ധബോധത്തെ തിരിച്ചറിഞ്ഞ് ആ ശുദ്ധമായ ബോധം അത് മറ്റൊന്നല്ല, അഖണ്ഡ ബോധം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ചേരണമെന്നാണ്. അപ്പോഴാണ് വീണ്ടും വീണ്ടും ജനിക്കാൻ ഇടവരാത്ത വണ്ണം അതുമായിട്ട് താതാത്മ്യപ്പെട്ട്, അല്ലെങ്കിൽ അതായിത്തീരുന്നത്. അവിടെയാണ് പ്രജ്ഞാനം ബ്രഹ്മ, അറിവായിരിക്കുന്ന അഖണ്ഡബോധം അത് മറ്റൊന്നല്ല തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ആ ജീവാത്മാവിന് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ 98-ാമത്തെ മന്ത്രത്തിലൂടെ ഭഗവാൻ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത്. ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞീലതിസുഖമെന്നനിശം കഥിക്കയാലേ അതിമുതലായവ മാറിയാലും ആത്മസ്വതയഴിയാതറിവെന്നു ചൊല്ലിടേണം. എല്ലാവർക്കും ശ്രീനാരായണ ഭഗവാന്റെ അനുഗ്രഹവും കൃപാകടാക്ഷവും എല്ലാ സജ്ജനങ്ങൾക്കും, എല്ലാ ജിജ്ഞാസുക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ഭഗവാന്റെ പാദങ്ങളിൽ ഈ 2 മന്ത്രങ്ങളെയും സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ.